ആരാധിക സോങ് ഞാൻ കേൾക്കും. അപ്പൊ കിഡ്നി ടച്ചിങ് ആയിരിക്കും. എനിക്ക് പിന്നെ പാടിയൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ കേട്ടു. അപ്പൊ പല ബോഡി പാർട്ട് ടച്ചിങ് അതെ. അത് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ? അതേ ചെയ്തിട്ടുള്ളൂ ഞാൻ. സത്യം ഞാൻ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത സമയം ഉണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു ബംഗ്ലാവ് വെച്ച് കെട്ടായിരുന്നു. സത്യം ഞാൻ അത് പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, പെട്ടെന്ന് മനസ്സിലായി. കരഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ ഇവിടെ അടുത്ത് പറയടി, ഞാൻ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്, കുറച്ചാൾ എനിക്ക് വിളിക്കാൻ പറ്റില്ല, ചിലപ്പോൾ 1 year എടുക്കും, 6 months എടുക്കും, എനിക്ക് നല്ല ടൈം എടുക്കും ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തോട്ട് വരാൻ. പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവരെ ഒന്നും ഓർമ്മ കാണത്തില്ല, അത് വേറെ കേസ്. അപ്പോൾ അവളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇവള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ലൈഫിൽ. ഇനി എൻ്റെ ലൈഫിൽ വരുന്നവർക്കാണെങ്കിലും ഇവളെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടുള്ളവർ വന്നാൽ മതി, ആ ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക്. ആ ഒരു സീൻ എനിക്കുണ്ട്. അത് എല്ലാവർക്കും അറിയാം, എൻ്റെ ഉള്ള എല്ലാ ഫ്രണ്ട്സിനും അറിയാം. എത്രയൊക്കെ ഫ്രണ്ട്സ് ഇപ്പം എൻ്റെ സർക്കിളിൽ ഉണ്ടെങ്കിലും അവർക്ക് ഓൾസോ അറിയാം ഇവള് കഴിഞ്ഞിട്ടേ അവർ വരത്തുള്ളൂ. അതുകൊണ്ട് അവരധികം പാല് പൊക്കത്തില്ല. സോറി അല്ല, ഇതൊക്കെ എന്റെ സ്വഭാവം, എന്റെ മനസ്സിലുള്ളതാണ്. കാരണം ഇപ്പം നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോഴല്ല ഒരാളെ സ്നേഹിക്കുന്നത്, ഭയങ്കര വ്യത്യാസമാണ്. ഓരോരുത്തരും ഓരോ രീതിയും ഒക്കെ കണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ കാണുന്നത് എന്നെ കാണുമ്പോഴാണ് ഞാൻ കാണുന്നത്. സോ എനിക്ക് എന്നെ വിഷമിപ്പിക്കാൻ പറ്റൂല. സോ അതുപോലെയാണ് അവളെ. സോ കണ്ണാടിയാ ഫ്രണ്ട്സ് എന്ന് പറയണ അവൾ അറിഞ്ഞിട്ടില്ല എന്തോന്ന്, നിൻ കണ്ണുകളിൽ ഞാൻ കാണുന്നില്ല, അതല്ല ആ പാട്ടിലൊക്കെ പറയാം ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട ആ സാധനം. എന്നിട്ട് നീ ഇന്നലെയും കൂടെ കണ്ണാടി വെച്ചല്ലോ മതി. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ മിസ് ചെയ്യുമ്പോഴൊക്കെ കരയാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് കരഞ്ഞെന്ന് പറയുന്നത് ഞങ്ങളെ ഫ്രണ്ട്സിന്റെ ഇടയിൽ വേറെ ബോണ്ട് ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ട്, അല്ലാതെ ഞാനായിട്ട് എങ്ങാനും ഇതിൽ നിന്ന് ഞാൻ പോവേണ്ടി വരുമോ എന്നുള്ള തിങ്കിങ് ചെയ്യേണ്ട രീതിയിലൊക്കെ കുറെ കാര്യങ്ങൾ വന്നു. കഥയിലൊരു ജീവിതമൊക്കെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ച് വല്ലയിടത്ത് അങ്ങനെ പോയി പരിപാടിക്ക് പോയിരിക്കുകയാണ്. പക്ഷെ അതിന് പോയിന്റ് വന്നില്ല. അതിന് പിന്നെ ഞങ്ങൾ തന്നെ സോർട്ട് ചെയ്ത ആവശ്യം. അപ്പൊ ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ട് മീൻസ് നമ്മളൊരു സാധനം നമ്മളെ കൈവിട്ട് പോകുമ്പോഴാണ് അതിന്റെ വാല്യൂ മനസ്സിലാക്കണം. അപ്പൊ ഇത് എന്നെ വിട്ടത്, എനിക്ക് ഇത്രയും വേണ്ടപ്പെട്ടത്, ഞാൻ ഇത്രയും സ്നേഹിച്ച സാധനം ഇതെന്നെ വിട്ടു എന്ന് ആലോചിക്കുമ്പോൾ ഒരു കരച്ചിലുണ്ട്. അത് എനിക്കുണ്ട്. ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ കല്യാണം. ഞാൻ വിചാരിച്ച് സാധാരണ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ പോവും. കാരണം അത് തെറ്റല്ല, അവർ ബിസി ആവും, ഫാമിലിയൊക്കെ ആയിട്ട് ഭയങ്കര ടൈം എടുക്കും അതുമായിട്ടൊന്ന് സെറ്റ് ആവും. എനിക്ക് സത്യമാണ് ഞാൻ ഭയങ്കരമായിട്ട് അറിയാം. പിന്നെ നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ആ ഒരു ഇഷ്യൂസ് വന്നപ്പോൾ അങ്ങനെയും ഭയങ്കരമായിട്ട് കരഞ്ഞു. സോ അത്രേ ഉള്ളൂ, ആ ഒരു കാര്യത്തിന് കരഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുവാണോ ഇങ്ങനെയല്ല, നമുക്കിടയിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരുമ്പം എനിക്ക് പറഞ്ഞു തരാനുള്ള മാനസികാവസ്ഥ ആയിരിക്കില്ല. അങ്ങനെയൊക്കെ ഉള്ള സമയത്തൊക്കെ എൻ്റെ ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ നിൽക്കില്ല, പിന്നെ കരച്ചിലാണ് മുന്നിൽ. അത് എനിക്ക് ഹൈഡ് ചെയ്യുന്നതിനോടും താല്പര്യമില്ല കേട്ടോ. പിന്നെ മുന്നിലിരുന്ന് കരയാനാണ് ഞാൻ ഓക്കെയാണ്, അതൊരു മറവിലിരുന്ന് കരയാൻ എനിക്ക് ഓക്കെയാണ്. മീൻസ് വീട്ടിലാണെങ്കിലും വീട്ടിൽ ആർക്കും പറയാതിരുന്ന് നൈറ്റ് ആണെങ്കിലും ഇരുന്ന് കരയും. എനിക്ക് റിലേഷൻഷിപ്പോ ഫ്രണ്ട്ഷിപ്പോ രണ്ടും ഭയങ്കര ബോണ്ടുകൾ, അതെന്താണെങ്കിലും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നതുകൊണ്ട് കരയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ കരഞ്ഞു തന്നെ തീർക്കും. അത് ഭയങ്കരമായിട്ട് കരയും, എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് കിടക്കുകയും ചെയ്യും. അങ്ങനെയാണ്. പിന്നെ നിനക്ക് എന്തെങ്കിലും നീ എന്നെ ചോദിച്ചത് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എടുക്കട്ടെ, കേട്ടിട്ട് പറയാം. എനിക്ക് പുതിയ ബെസ്റ്റ് ഫ്രണ്ടായി, അങ്ങനെ നിന്നെ അവോയ്ഡ് ചെയ്താൽ നീ എന്ത് ചെയ്യും? താങ്ക്സ്. പുതിയ ബെസ്റ്റ് ഫ്രണ്ടായി അവോയ്ഡ് ചെയ്താൽ ഞാനും പുതിയ ബെസ്റ്റ് ഫ്രണ്ടിനെ നോക്കി പോകും. ഇതല്ല നിങ്ങളുടെ പ്രതീക്ഷ, ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ആൻസർ. അതല്ലേ അതിന്റെ ബ്യൂട്ടി. അതെ, സത്യം പറഞ്ഞ വിഷമം ഉണ്ടാവും, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള ചെറിയ സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ഇപ്പം ആരൊക്കെ വന്നാലും എത്ര ഫ്രണ്ട്സ് വന്നാലും എനിക്ക് ഓക്കെ ആണ്. കാരണം ഇപ്പം ചിലർ ചിന്തിക്കും എന്തുകൊണ്ട് ഇവർക്ക് മാത്രം ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കണം, വേറെ ആർക്കും ഫ്രണ്ട്സ് ആവണ്ടേ, അങ്ങനെയൊക്കെയുള്ള കാര്യം ചിന്തിക്കും. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മുടെ ക്യാരക്ടർ ഭയങ്കര കണക്റ്റഡ് ആണ്, ഭയങ്കര സിമിലർ ആണ്. അപ്പോൾ അത് വേറെ ഒരിടത്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അത് കിട്ടത്തില്ല എന്നുള്ളൊരു ഭയം വരുന്നത് കൊണ്ടാണ് വേറൊരിടത്ത് പോകുമ്പോൾ ഒരു വിഷമം വരുന്നത്. പക്ഷെ നമ്മൾ എങ്ങനെയാണോ ആദ്യം മുതൽ അതുപോലെ കണ്ടിന്യൂ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ
വേറെ ആരൊക്കെ പുതിയത് വന്നാലും നമുക്ക് വിഷയമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം എന്നെ അവോയ്ഡ് ചെയ്യാതിരുന്നാ മതി, പോകുന്നതൊക്കെ പൊക്കോ, നോ പ്രോബ്ലം, അത് വിഷയമില്ല. അപ്പൊ അടുത്ത വാസന്തിയുടെ കൂടെ വിഷയമില്ല. നമ്മള് എന്താ പറയാ, ഒരു കാര്യമുണ്ട്, എപ്പോഴും എന്നും നമുക്ക് ഇതുപോലെ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് സിറ്റുവേഷൻസ് പലതാവാം. ഇപ്പം എന്തെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് ഒരു ജോലി കിട്ടി, ഇവർക്ക് ദൂരെ പോവാം, എനിക്ക് എന്തെങ്കിലും കാര്യം വന്ന് ദൂരെ പോവാം. എന്ന് നമുക്ക് ഇവര് ഫിസിക്കലി നമ്മുടെ മുമ്പിൽ ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഇതുപോലെ ഫോണിൽ കൂടെയൊക്കെ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് മനുഷ്യരാണ്, നമുക്ക് വേറെ ആൾക്കാരെ ആയിട്ട് മീറ്റ് ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഡീൽ ചെയ്ത് പോണം. പക്ഷെ നമ്മളുടെ ആ ഒരു ബോണ്ട് പോകരുത് എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. സോ ഫൈൻഡിങ് ന്യൂ ഫ്രണ്ട്സ് ഈസ് ഓക്കെ, പക്ഷെ അവോയ്ഡിങ് അത് പറ്റില്ല, അത് ബാഡ് ബിസിനസ് ആണ്, അത് നടക്കില്ല. ഓക്കെ, നീ അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ഫൈനൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെ, ഇനി എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഇടയിലൊരു ഗ്യാപ്പ് വന്നു വേണമെങ്കിൽ നമ്മള് പിരിയുന്ന ലെവലിൽ തന്നെ ആയെന്ന് പോട്ടെ, പിരിഞ്ഞെന്ന് തന്നെ അങ്ങ് വിചാരിക്കും. പിന്നീടുള്ള നിന്റെ ലൈഫ്, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എങ്ങനെയായിരിക്കും പിന്നീട് അങ്ങോട്ട്, പുതിയ ഫ്രണ്ട്സിനായിട്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിന്റെ വീട്ടിൽ ബോംബിടും. അങ്ങനെ ഇപ്പൊ സമാധാനത്തോടെ ജീവിക്കണ്ടല്ലോ, ഇപ്പൊ എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട്. അല്ല, ഞാൻ ഒന്നാമതുണ്ടല്ലോ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സാധനം ഞാൻ വിശ്വസിക്കുന്നത് നീ എൻ്റെ ലൈഫിലുള്ളതുകൊണ്ടാണ് ഒരു സൈഡ്. കാരണം നമ്മൾ ഈ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നമ്മൾ ഒരാൾ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രസ്റ്റിൻ്റെ അളവാണ് കുറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ നമുക്ക് എത്ര പേഴ്സൺസ് വന്നു കഴിഞ്ഞാൽ അവർ സത്യം പറഞ്ഞാൽ അവർ എത്ര ലോയലായിട്ട് വന്നു നിന്ന് കഴിഞ്ഞാലും നമ്മൾ അവർ വിശ്വസിക്കില്ല. സോ എനിക്ക് തോന്നുന്നു എനിക്ക് മുന്നേ ആരും ലോയലായിട്ട് വന്നു ഫ്രണ്ട്ഷിപ്പിൽ ലോയലായിട്ട് വന്നത് ഇപ്പോൾ എല്ലാം കാലയളവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാ മനുഷ്യരും വന്നു പോണത്, അതാണ് സത്യം. എനിക്ക് വന്നിട്ടുള്ള എല്ലാവരും ലോയൽ തന്നെയാണ്. പക്ഷെ എല്ലാവരും 3 മാസം 6 മാസം വേറെ ഫ്രണ്ട്സ് വരുമ്പോൾ ഈ ഫ്രണ്ടിനെ അടിച്ചോണ്ട് പോകും. അപ്പൊ എനിക്ക് സത്യമായിട്ട് ഞാൻ എനിക്കെന്ന് പറഞ്ഞൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ വെക്കും, ആ ബെസ്റ്റ് ഫ്രണ്ടിനെ വേറെ ബെസ്റ്റ് ഫ്രണ്ട് കൊണ്ടുപോകും. അപ്പൊ സത്യത്തിൽ ഞാൻ ആരായി? ഇത്രയും നാൾ നമ്മൾ പറയില്ല, ഒരു വാഴ നോക്കണക്കാ നമ്മൾ നോക്കുന്നവരെ, അതിനെ തടം എടുക്കാറാകുമ്പോൾ വേറെ ആൾക്കാർ കൊണ്ടുപോകും. ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പം അങ്ങനെ ഇതുവരെ അടിച്ചോണ്ട് പോകത്ത് ഇവിടെ മാത്രം സത്യം. ബാക്കിയൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പിന്നെ ഇല്ലാന്ന് പറയുന്നില്ല കേട്ടോ. എന്റെ സ്കൂളിലൊക്കെ പഠിച്ചവരൊന്നും എന്നെ വിട്ട് പോയിട്ടില്ല. അടിച്ചോണ്ട് പോകാൻ പറ്റാത്തോണ്ടല്ല, വിടാത്തോണ്ടാണ് പോകുന്നത്. അതെ. കാരണം ഞാൻ മനസ്സിലാക്കി എല്ലാവരും എന്നെ അങ്ങനെ എന്നെ പറ്റിക്കാൻ നിൽക്കേണ്ടതെന്ന് ഞാൻ കുറച്ച് ആ ഒരു രീതിയായി. എൻ്റെ ഈ സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ എന്നെ ഇട്ടിട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. പക്ഷേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ റീസൺസ് സാഹചര്യമൊക്കെ വന്ന് പിന്നെ എന്നെ പറ്റി അവർ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഫൈൻഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, അവരുടെ വീട്ടിൽ പോയി വീണ്ടും അവർക്ക് വീണ്ടും കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സെയിം നമുക്ക് രണ്ടുപേർക്കും ഉണ്ട് ആ സ്വഭാവം കേട്ടോ. ഇവള് പിണങ്ങി, ഞാനിപ്പോ പിണങ്ങി എറണാകുളത്ത് പോയിരിക്കുകയാണ്, ഇവള് എറണാകുളത്ത് വന്ന് എന്നെ കാണാൻ വരും. അവർക്ക് സോർട്ട് ചെയ്ത് ഓക്കെ ആകണം. അല്ല, നമ്മള് ആക്ച്വലി പിണങ്ങിയിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വീട്ടിലൊക്കെ വന്നിട്ടില്ലേ, സർപ്രൈസ് ആയിട്ട് ഞാൻ ഉറങ്ങി കിടക്കുന്ന സമയത്തേക്ക് ഇവള് വന്നിട്ട് ഹായ് എന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഹലോ, അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ വിട്ട് പോകത്തില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രണ്ട്ഷിപ്പും ഞാനായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് എൻ്റെ ലൈഫിൽ. എന്നെ കണ്ടുപിടിച്ച് വന്നിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊന്നും എന്നെ വിട്ട് പോയിട്ടില്ല. അതൊരു കാര്യം. ഇപ്പോഴും നിലനിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്, 5-6 ഫ്രണ്ട്സ് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഇവള് എന്നെ അന്വേഷിച്ച് വന്നൊരു ഫ്രണ്ട്ഷിപ്പാണ്. നമ്മൾ പറയില്ല ഒരു ഡെസ്റ്റിനി, ഒരു നമ്മൾ പറയില്ല നമ്മളൊക്കെ സോൾമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ആളുകളൊന്നുമല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വരുന്ന ഒരാളാണ്. സോ അതുപോലെ ഇവളെന്നെ അന്വേഷിച്ചാണ് വന്നത്. എനിക്ക് സർപ്രൈസ് തരാൻ എൻ്റെ വീടൊക്കെ അന്വേഷിച്ച് എന്നെ അങ്ങനെ വന്ന ഒരാളാണ്. അപ്പം എത്ര വന്നു കഴിഞ്ഞാലും നമ്മൾ വന്ന് സ്നേഹിക്കുന്നവരുടെ സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര സ്പേഷ്യസും ഭയങ്കര ആത്മാർത്ഥമുള്ളതായിരിക്കും. സോ അങ്ങനെയുള്ളത് കളയാൻ പാടില്ല എന്ന് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളോട് എനിക്ക് മനസ്സിലായി. സോ അതിനൊരു കാരണമുണ്ട്. കാരണം ഇപ്പൊ ഞാനാണെങ്കിൽ അങ്ങനെ എല്ലാവരുടെ അടുത്തും അങ്ങോട്ട് പോയി, ചിലവർ നമുക്ക് തോന്നും കമ്പനി അടിക്കണം എന്നുള്ള സംഭവം തോന്നും. പക്ഷെ ഇവളുടെ കാര്യത്തിൽ ഇപ്പൊ ഇവള് പറഞ്ഞ പോലെ തന്നെ അവളില് എന്നെ കാണുന്നു എന്ന് പറയുന്ന പോലെ എന്റെ കുറേ ക്യാരക്ടർ ഇവക്കും ഉണ്ട്. അപ്പം നമ്മൾ പറയില്ലേ, നമ്മൾ ആരെയും നമ്മൾ സ്നേഹിച്ചിട്ട് കാര്യമില്ല, അവരാഗ്രഹിക്കുന്ന പോലെ നമ്മൾ സ്നേഹിക്കണം.
അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നി. ഇപ്പം എനിക്ക് ഇവളെ ഇഷ്ടമാണ് ഇവളത്തെ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൾ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ഇവളെ സ്നേഹിക്കണം. ഇവൾ എൻ്റെ ഏത് രീതിയിലാണോ ഇവളെന്നെ ഇങ്ങനെയൊക്കെ കെയർ ചെയ്യണം, ഇങ്ങനെയൊക്കെ എൻ്റെ സിറ്റുവേഷൻസിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം, എനിക്കൊരു പ്രശ്നം വരുമ്പം എനിക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കണം എന്ന് അവൾ ആഗ്രഹിക്കുന്ന ആ ലെവലിൽ ഞാൻ നിൽക്കണം. അല്ലാതെ എനിക്ക് തോന്നും പോലെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പം നമുക്കൊരു ഫ്രണ്ട് വേണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തോന്നിയതെന്ന് വെച്ചാൽ എനിക്ക് ആരും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് എനിക്ക് ഓരോരുത്തർ ഫ്രണ്ട്ഷിപ്പൊക്കെ കാണുമ്പോൾ എനിക്കൊക്കെ ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ സ്നേഹിക്കാൻ വേണമല്ലോ. അപ്പോൾ അങ്ങനെ എന്തോ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഇവളുടെ നിന്ന് കിട്ടുന്ന പോലെ ഫീൽ ചെയ്തു ഫസ്റ്റ് ഡേ പരിചയപ്പെട്ടപ്പോൾ തന്നെ. കാരണം ഫസ്റ്റ് ഡേ പരിചയപ്പെട്ടപ്പോൾ പോലും ഭയങ്കരമായിട്ട് എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസത്തെ പരിചയം കൊണ്ട് ഇരുന്ന് കഥ ഫാമിലിയിലെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ ഇപ്പോൾ പരിചയപ്പെട്ടല്ലേ ഉള്ളൂ, ഇത്രയും എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഭയങ്കര ഓപ്പൺ ഹാർട്ടഡാണ്, ഇങ്ങനെ ഉള്ളിൽ ഒന്നും ഇരിക്കൂല, എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. പക്ഷെ ചിലപ്പോൾ ആ സമയത്ത് ആ ടൈമിൽ ഞാൻ മാത്രമായിരുന്നു കൂടെ വന്നിരിക്കുകയൊക്കെ ചെയ്തത്. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ അടുത്ത് അതുകൊണ്ട് പറഞ്ഞതൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എൻ്റെ അടുത്ത് ഇത്രയും സംസാരിച്ചപ്പോൾ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അന്ന് നമ്മൾ കഴിഞ്ഞിട്ട് പോയപ്പോഴത്തേക്കും നെക്സ്റ്റ് ഡേ ഇതുപോലെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് നെക്സ്റ്റ് ഡേ വരണേന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ വരേണ്ട പ്രോഗ്രാം അല്ല, ഡാൻസ് ആണ്, ഞാൻ ജസ്റ്റ് കാണാൻ പോയത്. അപ്പം എന്നിട്ട് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ എൻ്റെ കമ്പനി എവിടെയെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോണ്ടായിരിക്കാം ചോദിച്ചത്, അല്ലെങ്കിൽ പരിചയപ്പെട്ടപ്പം സംസാരിച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചോദിച്ചെന്നിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ഡേ പോവാതിരുന്ന ഞാൻ പോയി, എനിക്ക് പോകാൻ പ്ലാൻ ഇല്ലായിരുന്നു ഈവൻ. എന്നിട്ട് ഞാൻ പോയി. അപ്പോൾ അതുകൊണ്ട് എന്നെ ഒരാൾ ഓക്കെ ഒന്ന് അന്വേഷിക്കുന്നു, കെയർ ചെയ്യുന്നു, ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഓക്കെ മേ ബി നമ്മൾ സിങ്കായി പോവായിരിക്കും എന്നൊരു സാധനം വന്നു. അതുകൊണ്ടാണ് അങ്ങോട്ട് വന്ന് പരിചയപ്പെടാനും കമ്പനി ആകാനും ഒക്കെ ശ്രമിച്ചത്. പക്ഷെ പിന്നീട് അറിയുന്തോറും നമ്മൾ പരസ്പരം ഓരോ വർഷം കൂടുന്തോറും അത് കൂടിക്കൂടി വരികയാണ് ചെയ്തത്. സ്ട്രോങ് അതായത് തെറ്റായി പോയെന്ന് ഇതുവരെയും തോന്നിയിട്ടില്ല. നേരത്തെ ആയി പോവാത്ത എന്തെന്ന് തോന്നുന്നു, അങ്ങനെ തോന്നിയിട്ടുള്ളൂ. കാരണം പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ കണക്ട് ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അവളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ഞങ്ങൾ സോറി പറയും. സോറി പറയേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ സോറി പറയും. അപ്പം നമ്മളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും ഓപ്പോസിറ്റ് സൈഡ് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സോറി പറയും. അത് ഭയങ്കര ക്വാളിറ്റിയാണ്. ഞങ്ങൾക്കിടയിൽ ഈഗോ എന്ന് പറഞ്ഞ സാധനം വർക്കൗട്ട് ആവില്ല. അതേസമയം ഇപ്പം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇനി വിളിച്ചേ പറ്റുള്ളൂ, വേറെ വഴിയില്ല എന്നുള്ളൊരു പക്ഷെ എങ്കിലും എടി എൻ്റെ ഭാഗത്തും തെറ്റുണ്ടോ സോറി. ഇപ്പം ഞാനാണെങ്കിൽ ആ ദേഷ്യത്തിന് ഇരുന്ന് കഴിഞ്ഞാലും പിന്നീട് സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ പറയടി സോറി, എനിക്കറിയാം നീ വിഷമിച്ചെന്നുള്ളത് എനിക്കറിയാം. അത് ഇമോഷൻസിന്റെ വാല്യൂ തന്നെയാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യരെന്ന് പറയുന്നത് തന്നെ ഇമോഷൻസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. സോ ഇമോഷണലി കണക്ട് അല്ല എന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഓഫ് ടൈമും ആണ്. പിന്നെ ആ ഒരു ബോണ്ടിന് എന്ത് പറയാൻ പറ്റും? നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഒന്നും പറയാൻ പറ്റില്ല, അതൊരു റിലേഷൻ ആണെങ്കിൽ അത് റിലേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല. സോ ആ ക്വാളിറ്റി ഞങ്ങൾക്കിടയിലുണ്ട്. സോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം അതാണ്. പിന്നെ ആദ്യമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെറിയ പ്രശ്നമൊക്കെ വരുമ്പോൾ. കാരണം ടെൻഷനായി, നിൽക്കുവോ നിന്ന് പോവോ, നമ്മൾ എങ്ങനെ പോകുന്ന അറിഞ്ഞുകൂടല്ലോ. പക്ഷെ പിന്നീടായപ്പോൾ മനസ്സിലായി ഏത് ലെവൽ വരെ പോകും എന്നുള്ള സാധനം. കാരണം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒത്തിരി മനുഷ്യരുണ്ട് സത്യമായിട്ട്. ഇപ്പം ഞാൻ ഇൻസ്റ്റയിലാണെങ്കിലും എവിടെയെങ്കിലും വാട്സപ്പിലാണെങ്കിലും സ്റ്റോറീസ് ഒക്കെ ഇടുമ്പോൾ ഇവിടെ നിങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ അത്ഭുതം തോന്നും. അപ്പോൾ ഉള്ളവർ പറഞ്ഞിട്ടുണ്ട് അവളുടെ മാരേജ് കഴിയുമ്പം ഇനി എങ്ങനെയാവും എന്നൊക്കെ ചോദിക്കും. പക്ഷെ മാരേജ് കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്കിടയിൽ ഒരു ചേഞ്ചസ് വന്നിട്ടില്ല. ഞാനൊരു മാരേജ് ആയപ്പോലും ചേഞ്ച് ആവൂല. കാരണം എങ്ങനെ ചേഞ്ച് ആവും? എനിക്ക് വേണ്ടി ഒരു 100% ഒരാൾ നിൽക്കുമ്പോഴേ ഞാൻ എങ്ങനെയാണ് ഒരു 10% നിങ്ങൾ. സോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുകഴ്ത്താനുള്ള വീഡിയോ അല്ല, ഇത് ഞങ്ങൾ കോമൺ ആയിട്ട് ഇങ്ങനെയാണ്. അതാണ് സംഭവം. ആസ്മിയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനത്തെ ഒരു ടോപ്പിക് വരുമ്പോൾ ഓപ്പൺ ആയിട്ട് പറയണം. നമ്മളിങ്ങനെ സംസാരിക്കുന്ന സാഹചര്യം കുറവാണ്. ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ കാര്യങ്ങൾ പറയുള്ളൂ. അപ്പം ഇതൊരു അവസരം, അപ്പൊ കുറച്ചുകൂടെ അറിയാലോ. അതെ. ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ എന്റെ സൈഡിൽ നിന്ന്. എന്റെ തീർന്നു. വൈ ആർ യു ലവിങ് മീ സോ മച്ച്? മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഇംഗ്ലീഷ് അറിയാതെ ചോദിച്ചു. കുറേ കാര്യമുണ്ട്, കുറേ കാര്യം ഇഷ്ടം പോലെയുണ്ട്. കാരണം ഒന്ന് ഈ പറഞ്ഞ പോലെ
ഞാൻ ഫസ്റ്റ് ചിന്തിക്കുന്ന കാര്യമാണ്, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കണം. ആ ഒരു സംഭവം ഇവളുടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്കായിട്ടൊരു ഒരു ഒരു നമുക്കൊരു എന്താ പറയാ സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യും നമ്മൾ. ഇപ്പൊ നമുക്ക് ആർക്കൊക്കെയോ വേണ്ടപ്പെട്ട ആളാണ് എന്ന് വെച്ചാൽ ആർക്കും വേണ്ടാത്ത ഒരാളാണെന്നുള്ളൊരു സംഭവമല്ല. ഇപ്പൊ ലൈഫിൽ ഇപ്പൊ വേറെ ആരും ഇല്ലെങ്കിലും ഇവക്ക് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു നമ്മള് എന്താ പറയാ തോന്നിപ്പിക്കും, നിങ്ങൾ ഭയങ്കര സ്പെഷ്യലാണ്, നിങ്ങൾ നമ്മുടെ വെർത്താണ്. വെർത്താണ്, വാല്യൂ ഉണ്ട്, അങ്ങനെ തോന്നിക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര സർവൈവ് ചെയ്യാൻ കുറച്ച് ഈസിയാണ് ഇവളുണ്ടെങ്കിൽ. കാരണം ഇവളുമായിട്ട് പിണങ്ങുമ്പോൾ ഞാൻ ഭയങ്കര ഡൗൺ ആവും. വേറെ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ കയറി വരുമെങ്കിൽ എനിക്ക് ഇതിന് കയറി വരാൻ നല്ല പാടാണ്. ഞാൻ പിന്നെ മിണ്ടാതിരിക്കും, അത് പോയി പറഞ്ഞ് വെറുതെ വശമാക്കാൻ നിൽക്കും. അപ്പോൾ നിന്നെ സ്നേഹിക്കാനുള്ള അല്ലെങ്കിൽ നിന്റെ ഇത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം ഒന്ന് എൻ്റെ കുറേ ക്യാരക്ടർ സിമിലാരിറ്റീസ് ഉള്ളത് കൊണ്ട്, രണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്നെ കെയർ ചെയ്യും, സപ്പോർട്ട് ചെയ്യും, ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് തന്ന് എന്നെ കയറ്റിക്കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നമുക്ക് ആരും ഇല്ലാത്തപ്പോൾ നമ്മൾ കയറി വരുന്ന ഒരാൾ. അപ്പം നമ്മളുടെ ലൈഫ് എംപ്റ്റി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ എല്ലാം കിട്ടിയ പോലെ ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ ആ ഒരു ടൈമിൽ ഫ്രണ്ട്സൊന്നും ഇല്ലാതെ കുറച്ച് ഡൗൺ ആയിരുന്ന സമയത്താണ് നമ്മളെ പരിചയപ്പെടുന്നത്. പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ഒരു ബോണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ എന്ത് പറയാൻ, ഭയങ്കര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും, അതാണ് സത്യം. അതായത് സ്നേഹിച്ച ഏതറ്റം വരെയും പോവും. അത്രയും നല്ല ഇപ്പൊ ഞാൻ പറഞ്ഞോ വേറെ കാര്യങ്ങളിലൊന്നും അഫക്റ്റഡ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിൽ മാത്രമേ നമ്മുടെ ഇടയിൽ എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുള്ളൂ. പക്ഷെ അല്ലാത്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതറ്റം വരെയും പോകും, എത്രത്തോളം എഫേർട്ട് വേണമെങ്കിലും എടുക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും, പോവാതിരിക്കാൻ വേണ്ടി, ആ സാധനം പോവാതിരിക്കാൻ വേണ്ടി എവിടെ. അപ്പം നമുക്ക് ഫീൽ ചെയ്യുമല്ലോ നമ്മളെ വിട്ട് പോവില്ല എന്ത് വന്നാലും. ഇനിയിപ്പോൾ എത്ര അടിയുണ്ടെങ്കിൽ ചിലരൊക്കെ ആയാലും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തവണ അടിയൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനു വീണ്ടും പോയി കമ്പനി ആകുന്നു, അത് എന്താ പറയുക, നമുക്കത് പറ്റുന്നില്ല. നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളത് പറ്റത്തില്ല. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് ഇത് പോയി കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത്. നമുക്ക് എത്രത്തോളം നമുക്ക് തണലായിരുന്നു. അല്ലെങ്കിൽ പോവാൻ ഈസിയാണ്, എന്താണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ എളുപ്പമാണ്. പക്ഷെ അത് തിരിച്ച് കിട്ടാനോ അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂ, ഒരു പ്രസൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അതിൽ നിന്നൊരു ഡിസ്റ്റൻസ് വന്ന് നോക്കണം. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒത്തിരി ഗ്യാപ്പ് വന്നപ്പോഴാണ് മനസ്സിലായത് അത് പറ്റൂല, അങ്ങനെ പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ട്, നഷ്ടപ്പെടുത്താനും പറ്റൂല. ഇതിപ്പോൾ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടൊരു വീഡിയോ ആണ്. അതായത് സോ ഗൈസ്, ഞങ്ങൾ ആക്ച്വലി ഇത് പ്ലാൻഡ് അല്ലായിരുന്നു. അതായത് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആസ്മി ക്വസ്റ്റ്യൻ എടുത്താലോ. കാരണം ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് വരുന്ന ചോദ്യങ്ങളും കാര്യങ്ങളും നമ്മളെ പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് ഇൻസ്പയർ ആയാലോ. സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നിർത്തിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തത്. അതെ, ഞങ്ങളുടെ മെമ്മറീസ് സത്യം പറഞ്ഞാൽ അതാണ് മെയിനായിട്ട്. സോ നിങ്ങളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈഗോൻ്റെ ഒക്കെ പേരിലോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നൊക്കെ ഇടത്ത് ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമൊക്കെ ആണെങ്കിൽ അല്ലേ പറഞ്ഞു തീർത്ത് ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ല സ്ട്രോങ് ആക്കണം. കാരണം ലൈഫ് ഒന്നേ ഉള്ളൂ. അതേപോലെ നമ്മൾ അത്ര ആത്മാർത്ഥതയോട് സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെയും ചുരുക്കമാണ് ഈ ഒരു ജനറേഷനകത്ത്. സോ അത് നഷ്ടപ്പെടുത്താണ്ട് ഉള്ള ബോണ്ടൊക്കെ നല്ല സ്ട്രോങ് ആക്കി വയ്ക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. സോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോസ്. സോ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, ലവ് യു ഓൾ, ബൈ.